അപ്പോൾ ഇതാണ് റിങ്. ഞാനിട്ടെന്ന ഷർട്ട് അടിപൊളിയായിനല്ലോ. അടിപൊളിയാണ്. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും രണ്ടുപേരും മാത്രമാണ് പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും തക്കാളി അറിഞ്ഞ ആൾക്കറിയാം എന്താ കാട്ടണെന്ന്. തീർച്ചയായിട്ടും കഴിയണമാതിരിക്കണ്ടെന്ന്. വട്ടകണ്ട്, സിംഹ ഉണ്ട്, പുലിനകത്ത് മൃഗശാല ഇത്. അപ്പൊ ഇതാണ് ചട്ടിച്ചോറാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. മീന്, പലതരം മീനുകൾ നിറച്ചിട്ടുള്ള ടേസ്റ്റ് ഉണ്ടോ? അപ്പം നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇക്കാക്ക് എടുത്തുകൊടുത്ത ഷർട്ട് ഇതാണ്. ഒന്ന് ചെക്കും ഒന്ന് പ്രിൻറ്റുമാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇക്കപ്പത് നമ്മൾ ഡ്രസ്സ് കണ്ടാൽ എന്തായാലും ഇട്ടൊക്കെ നോക്കില്ല. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ആ ഒരു മടക്കൊക്കെ നേർന്നതാട്ടോ. അപ്പോൾ ഇതാണ് ഷർട്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ്, എനിക്ക് ഇഷ്ടമായിട്ടോ. ഒരു ലൈറ്റ് ചെക്കാണ്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്രിൻറ്റ് ഷർട്ടാണ്, ബ്ലാക്കും വൈറ്റും വന്നിട്ട്. ഇത് ഹാഫ് കൈ ആണ്, മറ്റേത് ഫുൾ കൈ ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇക്കാക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇക്കാക്ക് കൊടുത്തിട്ടുള്ളത് പറഞ്ഞാൽ ദാ യാഡ്ലിൻ്റെ. പിന്നെ നമുക്ക് എൻ്റെ അനിയനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടായ മസ്നൂനെയൊക്കെ തന്ന ഗിഫ്റ്റൊക്കെ നോക്കാം. അപ്പോൾ ദാ എൻ്റെ ഉമ്മ തന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ വലിയ ബ്രദർ തന്നൊരു ഗിഫ്റ്റാട്ടോ. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു അതൊക്കെ ചെയ്ത് തന്നതാണ്. എനിക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് തന്ന. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു, എനിക്ക് ഒരു ഫ്രെയിം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് എൻ്റെ വലിയ അനിയൻ്റെത്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മസ്നുവിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് അവളെ വകീത ഒരു ഇത് കേട്ടോ. അപ്പോൾ അവളിത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്ത പിക്കാണ്, അതുകൊണ്ട് കുറച്ച് ക്ലിയർ കമ്മിയുണ്ട്, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കളറിലാണ് അവളും ചെയ്തിട്ടുള്ളത്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ രണ്ട് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേറൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ ഉമ്മാൻ്റെ. അപ്പോൾ ഇത് എങ്ങനെ വാങ്ങിച്ചാന്ന് ചോദിച്ചപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ക്യാഷ് കൊടുത്തിട്ട് ഇക്കാനോടൊരു വാച്ച് സെലക്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കയാണ് ഉമ്മാക്കത് കൊണ്ടു കൊടുത്തതെന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റാണ് ചോദിച്ചത്. അപ്പോൾ ഞാനിത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു വാച്ച് തന്നെയാണ്, കാസിയോൻ്റെ വാച്ചാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു ഇതിനാണ് എനിക്ക് DWൻ്റെ വാച്ചൊക്കെ വാങ്ങിച്ചതിന്. അതെല്ലാവരും ചോദിക്കാറുണ്ട് ഇൻസ്റ്റയിലായിക്കോട്ടെ ഇത് ഇവിടുന്ന് വാങ്ങിച്ചത്. അത് ഹൈലൈറ്റ് മാളിൽ നിന്ന് കഴിഞ്ഞ ആനിവേഴ്സറിക്കോ അതിന് മുമ്പത്തെ ആനിവേഴ്സറിക്കോ ടിക്കറ്റ് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ സ്ഥിരം കാര്യം ഇത്രയും കാലമായിട്ട് വാച്ച് ഇട്ടതെന്ന് ചോദിച്ചാൽ ആ ഒരു വാച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് വാച്ചാണ്. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഇത് ഉമ്മാൻ്റെ വക നല്ലൊരു അടിപൊളി വാച്ച് കിട്ടിയിട്ടുണ്ട് കാസിയോൻ്റെ. അപ്പോൾ ഇത് സംഭവം നല്ല അടിപൊളിയാട്ടോ, കാരണം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു വാച്ചാണ്. അപ്പോൾ ഒരു ഗോൾഡനും അല്ല, എന്നാലൊരു വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം ഇതാ അടിപൊളി വാച്ചാണ്. പിന്നെ ഇത് ചങ്ങലൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്യിക്കണം, കാരണം എനിക്കിത് ഭയങ്കര ഓവർ ലൂസാണ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വാച്ച് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ചെറിയ അനിയൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി സ്റ്റഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നിന്നിട്ടുണ്ട്. എനിക്ക് ഓർണമെൻറ്റ്സൊക്കെ ഇങ്ങനെ ഫാൻസി ടൈപ്പൊക്കെ ഇഷ്ടമാണെന്ന് അവനറിയാം. അപ്പോൾ അവനിതാ ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല അന്ന് പ്രോഗ്രാമിന്. എനിക്ക് ഈ ഒരു ലോങ് ടൈപ്പ് വരുന്നൊരു റിങ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ വീണ്ടും അതേ ഒരു വേറെ ഷേപ്പിലുള്ളൊരു ലോങ് ആയിട്ടുള്ളൊരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതാ എനിക്കൊരു മാലയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്, ലോങ് ആയിട്ടുള്ള സ്റ്റോണൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാല എനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ചെറിയ അനിയൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഗിഫ്റ്റ് ഞാൻ അന്ന് ഇട്ടിട്ട് ഡ്രസ്സായിരുന്നു, അത് ഞാനിപ്പോൾ അലക്കിയിട്ടതാണ് അന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം. അപ്പോൾ അതെന്തായാലും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ.
പിന്നെ തയ്ക്കാൻ്റെ വകര് ഒരു സർപ്രൈസ് ആയിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഡയമണ്ടിൻ്റെ റിംഗ് ആണ് കേട്ടോ. നമ്മൾ ഡയമണ്ടിൻ്റെ ഒരു റിങ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള റിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ പാർട്ട്ണർ. ഞാനിട്ടെന്ന ഷർട്ട് അടിപൊളിയായിരുന്നല്ലോ. പൊളിയാ. ഞാൻ വാങ്ങി തന്ന സ്പ്രേ തന്നെ അടിച്ചാളി. എങ്ങനെയുണ്ട് സ്മെല്ല്? അടിപൊളിയല്ലേ? മകളെഴുതിയ കണ്ണമായി അടിപൊളിയാണ്, അടിപൊളിയാണ്. എൻ്റെ സെലക്ഷൻ പാളാറില്ലല്ലോ. ആകെ പാളിയൊരു സെലക്ഷൻ ഇങ്ങളാ. ഓക്കെ പോവാം. അപ്പോൾ ഇതാ നമ്മൾ ആനിവേഴ്സറിക്ക് ആയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ ഉമ്മാക്കും ഉപ്പാക്കുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഞാനിവിടെ പോകണം. ഹസുമോൻ ഇന്നില്ല കേട്ടോ. ഹസുമോൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അവന് ചെറുതായിട്ട് പനി വരുന്നുണ്ട്. അപ്പോൾ നൈറ്റിൽ അവനെ കൊണ്ടുപോയാൽ ആകെ സീനാവും വിചാരിച്ചിട്ട് അവന് എന്തോ മിഠായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അവനെ കൊണ്ടുപോകാതെ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ എല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാൻ വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവല്ലേ അപ്പം. നൈറ്റ് റൈഡില്ലേ? നൈറ്റ് റൈഡ് കട്ടില്ല എന്തെങ്കിലും അത് മതി. ആഹാ ഓക്കെ. മീനോ? അതിഷ്ടാ. അത് ശരിയാ, ചിക്കനും ഇഷ്ടമാണ്. എന്നാലും ഓക്കെ. എന്നും പിസയും ബ്രോസ്റ്റൊക്കെ അല്ല, ഇന്നൊന്ന് ഡിഫറെൻ്റ് ആക്കിയില്ലേ? ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇക്കത് അവിടെ ചെസ് ബോർഡ് അറിയില്ലേ? എനിക്ക് കളി അറിയില്ല. ചെറുപ്പത്തിൽ കുറേ കളിച്ചിട്ടുണ്ടാവും അല്ലേ? ഓ ബുദ്ധി ബുദ്ധി. ചെസ് കളിച്ച് ടയേർഡാവണവർക്ക് കഴിക്കാനിതാ. ഞാൻ നീക്കേ എങ്ങനെയത് കളിക്കല്? അങ്ങനെ എനിക്കറിയില്ല. എനിക്കിതിൻ്റെ ഒരു ABCD അറിയില്ല. കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കളിച്ചിട്ടില്ല. കണ്ടറിയാം, അവൾക്കറിയാം. കളി അറിഞ്ഞ അവൾക്കറിയാം എന്താ കാട്ടുന്നെന്ന്. തീർച്ചയായിട്ടും കഴിയണമാതിരിക്കണ്ടെന്ന്. വട്ടകണ്ട്, സിംഹണ്ട്, പുലിൻ്റെ മൃഗശാല ഇത്. അപ്പോൾ ഇതാണ് ഇക്ക പറഞ്ഞിട്ട് ആ ഒരു സ്പെഷ്യൽ ഫിഷ് നിറവാണോ അങ്ങനെ എന്തോ ഒരു പേര്. പിന്നെ ഇതാ പാലപ്പമാണ്. അടിപൊളി കോമ്പിനേഷൻ ആലേക്ക. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ഇഷ്ടം വീട്ടിലേക്ക് ഓൾക്ക് പിസയൊക്കെ വാങ്ങിച്ച് നമ്മളിതെങ്ങനെ പോവുകയാണ്. നൈറ്റ് റൈഡ് ഒരു വേറെ വൈബ് തന്നെയാണല്ലോ അല്ലേ? എനിക്കും ഇക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ കൂടുതൽ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങൽ ഈ ഒരു ടൈമാണ്.